ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു കൊച്ചു ഡേ ഇന്നലെ കാട്ടും. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയൊരു വെയിലും ചെറിയൊരു മഴക്കോളൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ പെട്ടെന്നായിരുന്നു പറഞ്ഞ് മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നുണ്ട്. രാവിലെ തന്നെ അംഗനവാടി പോകുന്ന നേരത്ത് നല്ല ഗംഭീര വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വെയിൽ കണ്ട വിചാരിക്കും ഇന്ന് ഭയങ്കര ചൂടാണ്. നല്ല ഗൈസ്, നല്ല മഴയായിരുന്നു കേട്ടോ. ഈ മെയിൻ റോഡ് കഴിഞ്ഞ് ഈ കട്ട് റോഡ് എത്തുമ്പോഴാട്ടോ ഇതിൽക്കൂട്ട് എൻ്റെ കൈവിട്ട് നടക്കുന്നത്. കൈവിട്ട് നടക്കാൻ മീൻസ് എൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുട്ടീനെ കൈവിട്ട് നടത്താനൊക്കെ ഇല്ല. ഞാൻ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് വെറും 2 സെക്കൻഡൊക്കെ ഉള്ള കാരണമാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ പാടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതില്ലാതെ പറ്റില്ലല്ലോ. ഇത് കുറച്ച് നേരം ആടണം. ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറാന്ന് വെച്ചാൽ ഒറ്റയ്ക്കായി പ്രാന്ത് പിടിച്ചു തുടങ്ങി. കാരണം ടീച്ചർക്ക് ഇതുവരെ ഹെൽപ്പർ എത്തിയിട്ടില്ല. കുട്ടികളുടെ കാര്യവും മീറ്റിംഗ് ഒക്കെ ആയിട്ട് ടീച്ചർ ഭയങ്കര ടെൻഷനിലാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് കുഞ്ഞുമണീനെ ഉറക്കാണ് കേട്ടോ. കുഞ്ഞുമണി ഇത് കാലുമ കിടന്ന് അങ്ങനെ ഉറങ്ങാം കേട്ടോ. അത് കഴിഞ്ഞ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പഴങ്കഞ്ഞിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ വെറുതെ ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ കുടിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുപ്പത്തിലാണ്, പക്ഷേ ഇപ്പോൾ കുടിക്കാറൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ലേശം ചോറിട്ടുണ്ടായിരുന്നു. കഴിച്ചിരുന്ന ചോറ് കളയണ്ടേന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് ഒരു കിണ്ണത്തിൽ സെറ്റാക്കാം കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും അമ്മ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൈരൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ അതിൽ ഒരു 2 ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒഴിക്കുക കേട്ടോ. ഇന്നലത്തെ മീൻകറിയും അയിലക്കറിയാണ് കേട്ടോ. മീൻകറിയും ചെറിയ ഉള്ളി അരിഞ്ഞതും പരിപ്പ് പുലർത്തിയതും തൈരും ലേശം ഉപ്പൊക്കെ കൂട്ടിയിട്ടായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സത്യം പറയാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ ആകെ ഒരു ലേശം ഉണ്ടാക്കിയുള്ളൂ. നമ്മൾ വണ്ണം അധികം വെക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ കംഫർട്ട് സോണിലൊക്കെ പോകണ്ടേ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ലേശം കഞ്ഞി തന്നെ കുടിച്ചോളൂ കേട്ടോ. പഴങ്കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരം തണുക്കാനും നല്ല വയറിനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അതാണ് പഴങ്കഞ്ഞിക്ക്. അത് കഴിഞ്ഞ് എന്താണ് ഇത് കുട്ടനെ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയും കുറച്ച് ജീരകം, ഒരു 1/4 കപ്പ് അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും ലേശം ഉപ്പും 2 ശർക്കര വെച്ചൊക്കെ എടുത്ത് സെറ്റാക്കി കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ 2 പൊടിയും കൂടി നല്ല മിക്സ് ചെയ്യാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. ആ തേങ്ങ ചെരുകി കഴിഞ്ഞ് പാല് നന്നായിട്ട് ഒരു തവണ പാല് പിഴിയുമ്പോൾ നന്നായി നല്ല കട്ടിപ്പാലായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാനിത് നന്നായിട്ട് അരക്കുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാട്ടോ അരച്ചെടുക്കണത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുമണി എണീക്കേണ്ടതൊന്നും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെയായിട്ട് അരഞ്ഞു കിട്ടിയത്. വെള്ളം ഒഴിക്കാനുള്ള അരപ്പ്. പിന്നെ അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊണ്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അതായത് പാല് പിഴിഞ്ഞൊക്കെ എടുത്ത് സെറ്റാക്കി കേട്ടോ. ഇനി വെള്ളം വെച്ചിട്ട് ശർക്കര വെക്കാനാട്ടോ. അപ്പോൾ അത് ഞാൻ ഈ പൊടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാൽ പാല് മുഴുവനും ഇതിൽക്കിനും ഒഴിച്ചോളൂ. പൊടി നന്നായിട്ടത് മിക്സ് ചെയ്യാം. പക്ഷേ കാര്യമില്ല, പൊടി കട്ട പിടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൽ വെള്ളം വേണമെന്നാണ് ഉദ്ദേശം. അത് കഴിഞ്ഞ് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ശർക്കര പാനി ഉണ്ടാക്കി അതൊക്കെ സെറ്റാക്കി വന്നു. ഞാൻ ഇഡ്ഡലി ചെമ്പൊക്കെ കഴുകി അതിലൊരു കിണ്ണറക്കി വെച്ചു. കിണ്ണത്തിൽ വെളിച്ചെണ്ണൊക്കെ വരണം കേട്ടോ. ഇത് കണ്ടാൽ തോന്നുന്നു ഇങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന്. അല്ല, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് നല്ല ലൂസായിട്ട് തന്നെ ആക്കിയിട്ടോ മാവൊക്കെ. അത് ഞാൻ ഇഡ്ഡലി ചെമ്പ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ചൂടാക്കാനായിട്ട്. അതിലേക്ക് ഞാനൊരു 3 കയ്യിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിണ്ണത്തിൽ സെറ്റാവുന്ന അളവിൽ അത്ര കേട്ടോ. ഞാൻ 2 തട്ട് ഉണ്ടാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് മമ്മൂട്ടി ശ്രീനിവാസനങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ മരുന്ന് പോലെ ആഹാരം കഴിച്ച് ആഹാരം പോലെ മരുന്ന് കഴിക്കില്ലേ. നമുക്ക് ഒരു നേരത്തെ ഒരു പലഹാരം ചായക്ക്. കുട്ടി അംഗനവാടി വിട്ട് വരുമ്പോൾ എണ്ണക്കടികളോ പുറത്തുനിന്നുള്ള പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ സ്നാക്സ്. അപ്പോൾ ഞാൻ ഒരു തട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അതൊരു ചെരുവുണ്ട് വീടിന്. അത് കാരണമാണ് ആ മാവെല്ലാം ഒരു സൈഡിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മനെ കൊണ്ട് അടുത്ത തട്ട് വെപ്പിച്ച് വീഡിയോ എടുക്കാൻ കേട്ടോ. അടുത്ത തട്ടും വെച്ച് ഞങ്ങൾ സെറ്റാക്കി. അതിന് ഞങ്ങൾ ഗ്യാസ് കത്തിച്ചു കേട്ടോ. ഇതാണ്ടല്ലോ ഫസ്റ്റത്തെ തട്ട് ഇതായിരുന്നു കിട്ടിയതാണ്. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകിയെടുത്ത് ക്ലീനാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് ഞാൻ നിധിക്കുട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. നല്ല ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. ഇന്ന് കുടയൊന്നും എടുക്കേണ്ടി വന്നില്ല. എന്നാലും ഞാൻ മെല്ലെ നടന്നു കഴിഞ്ഞാണ് കേട്ടോ. ആരും കാണാനില്ല. ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദു, അഞ്ചു, മെഫിയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങളാണ് നന്നായിട്ട് സംസാരിക്കുക. അപ്പോൾ നിധിക്കുട്ടി ജെന്നിക്കൂടെ നോക്കാം, അമ്മായി കുപ്പി പിടിക്കുന്നൊക്കെ. അപ്പോൾ ഇന്ദുവിൻ്റെ മോളാട്ടോ വന്നിറക്കുന്നത്. അഞ്ചും വന്നു, ഓരോരുത്തർ വന്നു, കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടോ. അപ്പോൾ നിന്ന് കുട്ടീനെ ഇന്ന് ആദ്യം പോയി ഊഞ്ഞാലിൽ ഇരിക്കാൻ പറ്റാത്ത എല്ലാ സങ്കടം ആ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇവരൊക്കെ പോട്ടെ, കുറച്ച് നേരം ആടിയിട്ടൊക്കെ പോകാമെന്ന്. അത് കഴിഞ്ഞ് ഇത് അമ്മമ്മയാട്ടോ ഒരു കുട്ടീടെ കണ്ടോ, അവരൊക്കെ ഊഞ്ഞാലാടി. അങ്ങനെ ഞങ്ങളും പോയി. ടാറ്റ.